ഇന്ന് ഞാൻ നല്ല സിമ്പിളായിട്ടുള്ള ബ്രെഡ് ടോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. അതുമല്ല ഇത് നമ്മൾ തട്ടുകടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് വയ്ക്കുന്ന ആ ഒരു ടേസ്റ്റിലാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ടേക്ക് പോകാം. അതിനായിട്ട് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു മുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കണം. അപ്പോൾ ഇത് അത്യാവശ്യം വലിപ്പമുള്ള ഒരു മുട്ടയാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് മതി. ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. നിങ്ങളെ മധുരത്തിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ അടുത്തോളം മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ഇതിലേക്ക് ഒരു അരക്കപ്പോളം പാല് ചേർത്ത് കൊടുക്കണം. നല്ല കട്ടിയുള്ള പാൽ തന്നെ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 2 പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് നമുക്കിതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്ത് ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. നമുക്കിത് വേറൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടിയൊക്കെ ചേർത്ത് കൊടുത്താൽ നല്ലൊരു കളറായിരിക്കും നമ്മൾ ഈ ഒരു ബ്രെഡ് ടോസ്റ്റിന്. അപ്പോൾ ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ബ്രെഡാണ്. അപ്പോൾ ഞാനിവിടെ മിൽക്ക് ബ്രെഡാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ബ്രെഡ് ടോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ മിൽക്ക് ബ്രെഡ് എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നിങ്ങളും അതുപോലെ തന്നെ എടുക്കുക. ഇനി നമുക്ക് ഇതുപോലത്തെ ഒരു പാൻ വെച്ച് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ അടുത്തോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ചേർത്ത് കൊടുത്താൽ നല്ലൊരു മണവും രുചിയും ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ നെയ്യ് ചേർത്ത് കൊടുക്കാൻ നോക്കുക. എന്നിട്ട് നമ്മൾ സാധാരണ ബ്രെഡ് ടോസ്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഈ ഒരു ബാറ്ററിൽ ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ ബ്രെഡ് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ആ ഒരു തട്ടുകടയിൽ നിന്നൊക്കെ കഴിക്കുന്ന ആ ഒരു രുചിയാണ് കിട്ടുക. അപ്പോൾ നന്നായിട്ട് ഉള്ളൊക്കെ നല്ല രീതിയിൽ സോഫ്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ ചെയ്യാം, നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇതാ ബ്രെഡ് ടോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ, ഈ ഒരു രീതിയിലാണ്. നല്ല സോഫ്റ്റാണ്, അതുപോലെ തന്നെ നല്ല കളറും നല്ല ടേസ്റ്റും ഒക്കെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റെസിപ്പി ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇൻഷാ അല്ലാഹ് നമുക്കിനി നല്ലൊരു റെസിപ്പിയിലൂടെ വീണ്ടും കാണാം. താങ്ക്